ഇടവേള കഴിഞ്ഞ് തിരികെ എത്തുമ്പോൾ രാവിലെ 10:30 ശേഷം കണ്ണൂർ വിമാനത്താവളത്തിൽ നടന്ന ഒരു വാർത്തയാണ് നമ്മളിപ്പോൾ നൽകാൻ പോകുന്നത്. സംസ്ഥാനത്തെ ക്രമസമാധാന ചുമതലയുള്ള ADGP MR അജിത് കുമാർ RSSന്റെ ദേശീയ ജനറൽ സെക്രട്ടറിയുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന വാർത്ത വലിയ രീതിയിലുള്ള വിവാദമായി ഇന്ന് രാവിലെ മുതൽ കത്തിക്കൊണ്ടിരുന്നപ്പോൾ അതുമായി ബന്ധപ്പെട്ട് CPIM സംസ്ഥാന സെക്രട്ടറിക്ക് എന്താണ് പറയാനുള്ളത് എന്ന് പ്രതികരണം ആരാഞ്ഞ മാധ്യമപ്രവർത്തകരോട് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പ്രതികരിച്ചത് അതുകൊണ്ട് എന്താ എന്ന ചോദ്യവുമായിട്ടാണ്. ADGP എവിടെയെങ്കിലും പോയാൽ ഞങ്ങൾക്ക് എന്ത് ഉത്തരവാദിത്തം എന്നുള്ള രണ്ട് ഉത്തരങ്ങളാണ് ഇന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നൽകുകയുണ്ടായത്. ആന്റണി ജി ജോർജ് അതിന്റെ വിവരങ്ങൾ പങ്കുവയ്ക്കുന്നു. ആന്റണി. തീർച്ചയായും ഈ വലിയ വാർത്ത ഇന്നലെ നമുക്കറിയാം, കൂടിക്കാഴ്ച അടക്കം പച്ചക്കള്ളമാണ് എന്നുള്ള കാര്യമാണ് CPIM സംസ്ഥാന സെക്രട്ടറി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരുന്നത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ ADGP ഈ RSS നേതാവുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന മുഖ്യമന്ത്രിയുടെ ഓഫീസിന് വിശദീകരണം നൽകുന്നതും പിന്നീട് ആ സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടുമൊക്കെ പുറത്തേക്ക് വരുന്നത്. ഇതുമായി ബന്ധപ്പെട്ടാണ് രാവിലെ മാധ്യമങ്ങൾ CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ പ്രതികരണം തേടിയത്. അദ്ദേഹം അതിനോട് കൃത്യമായൊരു പ്രതികരണം നടത്താൻ തയ്യാറായില്ല. അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങി വരുന്ന ആ ഘട്ടത്തിൽ അതുകൊണ്ട് എന്താണ് എന്നുള്ളൊരു ചോദ്യമാണ് തിരിച്ച് ചോദിച്ചത്. ഒരു ADGP ആരെങ്കിലും കണ്ടതിന് ഞങ്ങൾക്ക് എന്താണ് ഉത്തരവാദിത്തം എന്നുള്ള കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. അതിനുശേഷം അദ്ദേഹം വാഹനത്തിൽ കയറി പോവുകയാണ് ചെയ്തത്. ഇക്കാര്യത്തിൽ കൃത്യമായൊരു മറുപടി MV ഗോവിന്ദന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല. ഏതായാലും CPIMനെ സംബന്ധിച്ച് ഇന്നലെ ഇതുവരെ പറഞ്ഞിരുന്ന ആ ആരോപണങ്ങളിലൊക്കെ അത് നിഷേധിക്കുന്ന ഒരു നിലപാടാണ് CPIM സ്വീകരിച്ചിരുന്നത്. അത്തരത്തിലൊരു കൂടിക്കാഴ്ച നടന്നിട്ടില്ല. ഇനി അങ്ങനെ ഒരു കൂടിക്കാഴ്ച നടന്നിട്ടുണ്ടെങ്കിൽ അതിന് CPIM ഉത്തരവാദിത്തം പറയേണ്ട കാര്യമില്ല. സർക്കാരിനോ മുഖ്യമന്ത്രിക്കോ അതിൽ ഒരു പങ്കുമില്ല. കാരണം ഈ CPIM RSSന്റെ ഏറ്റവും വലിയ ശത്രുവാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഈ പ്രതിപക്ഷം ഉന്നയിക്കുന്ന ആരോപണങ്ങളിലൊന്നും ഒരു കഴമ്പില്ല എന്നുള്ളൊരു വാദമാണ് ഇന്നലെ CPIM സംസ്ഥാന സെക്രട്ടറി വാർത്താ സമ്മേളനത്തിൽ അടക്കം ഉയർത്തിയത്. ഏതായാലും അതിന് പിന്നാലെ ഈ ADGPയുടെ വാർത്ത കൂടി പുറത്തു വന്ന ഘട്ടത്തിൽ അദ്ദേഹം കൃത്യമായൊരു പ്രതികരണം നടത്തിയില്ല. മറിച്ച് ഒഴുക്കൻ മട്ടിൽ അതുകൊണ്ട് എന്താണ് കൂടിക്കാഴ്ച നടത്തിയതിന് അതിനെന്താണ് എന്നുള്ള ഒരു ചോദ്യത്തോടെ ഈ മാധ്യമങ്ങളുടെ ചോദ്യങ്ങളോട് പ്രതികരിക്കുകയാണ് ചെയ്തത്.